നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഒപ്പോ എന്ന കമ്പനിയുടെ ഒപ്പോ F15 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒപ്പോ F15ൻ്റെ വിശേഷങ്ങൾ നേരത്തെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തതല്ലേ എന്ന്. എന്നാൽ ഇതൊരു പുതിയ വേരിയൻ്റാണ്. അന്ന് ഒപ്പോ F15 8GB RAM 128GB ഇൻ്റൽ മെമ്മറി വേരിയൻ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി ഒരു ലൈറ്റർ വെർഷൻ ഒപ്പോ പുറത്തിറക്കിയിരിക്കുന്നു. F15 4GB RAM വേരിയൻ്റാണ് ഇപ്പോൾ ഒപ്പോ ഏറ്റവും പുതിയതായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് കുറച്ചുകൂടെ സാധാരണക്കാർക്ക് അവരുടെ പോക്കറ്റ് കാലിയാക്കാത്ത രീതിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റർ വെർഷൻ F15 എന്ന മോഡലിൻ്റെ തന്നെ ഒരു ലൈറ്റ് വെർഷൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു. ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഏറ്റവും മുകളിൽ ഇതുപോലെ ഒപ്പോ എന്നും ഒപ്പോ F15 എന്നും 4GB 128GB ഇൻ്റൽ മെമ്മറി വേരിയൻ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നാൽ 48MB AI ക്വാഡ് ക്യാമറ സിസ്റ്റം ഉണ്ടെന്നും വൂക്ക് ഫ്ലാഷ് ചാർജ് 3 സപ്പോർട്ടാണെന്നും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ഉണ്ട് എന്നും ഫുൾ HD+ AMO LED ഡിസ്പ്ലേ ആണെന്നും കാണിക്കുന്നുണ്ട്. ലൈറ്റ്നിങ് ബ്ലാക്ക് എന്ന കളർ വേരിയൻറ്റിൽ പെടുന്നതാണ്. ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. എനിവേ നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്യാം. യെസ്, അപ്പോൾ ഇവിടെ ഒരു പേപ്പർ ബോക്സ് തന്നിട്ടുണ്ട്. TPU കേസ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു TPU കേസാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ യൂസർ മാനുവൽ, വാറൻറ്റി കാർഡ് ഇൻഫർമേഷൻ തുടങ്ങിയവ, കൂടാതെ ഒരു സിം ഇജക്ടർ പിൻ. ഇതായിരിക്കുന്നു നമ്മുടെ ഫോൺ. അതിലേക്ക് വരാം. അതിനു മുമ്പ് മറ്റെന്തൊക്കെ ബോക്സിലുണ്ട് എന്ന് കൂടി നോക്കാം. ചാർജിങ്ങിനായിട്ടൊരു ചാർജിങ് ബ്രിക്ക്, 30 വാട്ടിൻ്റെ വൂക്ക് 3 ചാർജറാണ് ബോക്സിനോടൊപ്പം തന്നെ നൽകിയിരിക്കുന്നത്. ഫോൺ ചാർജ് ചെയ്യാനായിട്ടൊരു USB Type-C കേബിൾ, അതിനകത്തൊരു ചെറിയ പച്ച ലൈനിങ് കാണാം. ഫോണിൻ്റെ ബോക്സിനോടൊപ്പം കാണാൻ നല്ല ലുക്കുള്ള ഒരു ഹെഡ്സെറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റ് 3.5mm പോർട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാധാ ഹെഡ്സെറ്റാണ്. സാധാരണ ഇപ്പോൾ വരുന്ന മിക്ക ഫോണിനോടൊപ്പം ഹെഡ്സെറ്റ് കൊടുക്കാറില്ല. എന്നാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒപ്പോയുടെ ഈ ഒരു ഫോണിനോടൊപ്പം ഹെഡ്സെറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. ഒപ്പോയുടെ മിക്ക ഫോണുകളോടൊപ്പവും ഹെഡ്സെറ്റ് നൽകാറുണ്ട്. അപ്പോൾ ഫോണിൻ്റെ കവറിന് പുറത്തും സ്പെസിഫിക്കേഷൻ്റെ ഒരു ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എനിവേ നമുക്ക് ഫോൺ പുറത്തേക്ക് എടുക്കാം. ഇതായിരിക്കുന്നു നമ്മുടെ ഒപ്പോ F15. ഒറ്റ നോട്ടത്തിൽ ഒപ്പോയുടെ തന്നെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള റിയൽമിയുടെ ഒരു ഫോണിൻ്റെ ഒരു ഡിസൈൻ അതെനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല. എന്തായാലും എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു ക്യാമറ മൊഡ്യൂളും ഈ ഒരു ബാഡ്ജിങ്ങിൻ്റെയൊക്കെ ഒരു പൊസിഷനിങ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഗ്ലോസി ഫിനിഷാണ്. ഗ്ലാസ് ആണെന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് തോന്നിയത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് പോലെ തോന്നുന്ന പ്ലാസ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 4 ക്യാമറകൾ നമുക്കിതുപോലെ കാണാം. ഇവിടെ ഒരു ഡുവൽ LED ഫ്ലാഷ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. താഴെ ഈ ഭാഗത്തായിട്ട് ഒപ്പോ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വലതുവശത്തായിട്ട് നമുക്കിവിടെ പവർ ബട്ടൺ കാണാം. ഏറ്റവും മുകളിലായിട്ട് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ഇടതുവശത്തായിട്ട് വോളിയം റോക്കേഴ്സും സിം ട്രേയും കാണാം. താഴെ സ്പീക്കർ ഗ്രില്ലും ചാർജിങ് പോർട്ടും മൈക്കും ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള 3.5mm പോർട്ടും കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒപ്പോ എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വെറും 172 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ നല്ലൊരു സൗകര്യമുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ ഭയങ്കരമായിട്ടുള്ള തിക്നെസ് ഒന്നുമില്ല. നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഫോണാണ്. നല്ല ഹാൻഡിൽ ചെയ്യാൻ നല്ലൊരു സുഖമുണ്ട്. ഈ ഒരു ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെയും നല്ലൊരു പ്രീമിയം ലുക്കും ഫോൺ നൽകുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് മികച്ചത് തന്നെയാണ്. അതുപോലെ ഈ ഒരു ഫോണിന് തിക്നെസ് വളരെ കുറവാണ്. വളരെ തിക്നെസ് കുറഞ്ഞ ഒരു ഫോണാണ്. മൊത്തത്തിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരു സുഖമുള്ള ഫോൺ. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണ് നോക്കാം. യെസ്, ഡെഡിക്കേറ്റഡ് സിം ട്രേ. അതായത് നമുക്ക് ഒരേ സമയം 2 നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാനാകും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMO LED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വന്നിട്ട് ഫോണിൻ്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ട് നൽകിയിരിക്കുന്നു. ഈ ഒരു ഡിസ്പ്ലേക്ക് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ചെറിയ പോറലുകളൊന്നും തന്നെ ഈ ഒരു ഫോണിനകത്ത് വരില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. 430 നിറ്റ്സ് ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്ന മാക്സിമം ബ്രൈറ്റ്നസ്. അതുകൊണ്ട് തന്നെയും ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും പ്രശ്നം വരില്ലെന്ന് തോന്നുന്നു. കാരണം മികച്ച ഒരു ബ്രൈറ്റ്നസ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നൽകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബസലുകളെ കുറിച്ച് പറഞ്ഞാൽ ഫോണിന് ചുറ്റും കാര്യമായിട്ട് കട്ടിയുള്ള ബസലുകളൊന്നും തന്നെയല്ല. ഒരു ബസൽലെസ് ഫീലിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഫോണിൻ്റെ താഴെ ചിഹ്നെന്ന് അറിയപ്പെടുന്ന ഭാഗം ഒരല്പം കനം കൂടിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.
അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് ആൻഡ്രോയിഡിൻ്റെ വെർഷൻ ആൻഡ്രോയിഡ് 9 ആണ്. ഒപ്പോയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള കളർ OS 6.1.2 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. എന്നാൽ ഒപ്പോയുടെ കളർ OS 7ലേക്കുള്ള അപ്ഡേറ്റ് ലഭിക്കുമെന്ന് അറിയുന്നു. അതുപോലെ ആൻഡ്രോയിഡിൻ്റെ വെർഷൻ 9ൽ നിന്ന് 10ലേക്കുള്ള അപ്ഡേറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് അൺബോക്സ് ചെയ്തതേ ഉള്ളൂ. ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ളൊരു അപ്ഗ്രേഡ് ലഭിക്കുമോ ഇല്ലയെന്ന് നെറ്റ് കണക്ട് ചെയ്ത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 9ഉം അതുപോലെ ഔട്ട് ഓഫ് ദ ബോക്സ് കളർ OS വെർഷൻ 6.1.2 ആണ്. കളർ OS 7ലേക്ക് അപ്ഗ്രേഡ് കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. പക്ഷേ ആൻഡ്രോയിഡ് 9ൽ നിന്ന് 10ലേക്ക് അപ്ഗ്രേഡ് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഞാൻ ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് റിവ്യൂയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ സെൻസറുകളെ കുറിച്ച് പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സംവിധാനവും ഫേസ് അൺലോക്കും നൽകിയിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് ഫോണിൻ്റെ ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കും എത്രത്തോളം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഫേസ് അൺലോക്ക് എത്രത്തോളം ഫാസ്റ്റാണ് നോക്കാം. ഇപ്പോൾ ഫോൺ സ്ക്രീൻ ലോക്കാണ്. ഞാൻ പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഫോൺ വേക്കപ്പ് ചെയ്യുന്നു. യെസ്, വേക്കപ്പ്, യെസ്, വേക്കപ്പ്, യെസ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഫേസ് അൺലോക്ക് വർക്ക് ചെയ്യുന്നത്. അടുത്തത് ഫിംഗർ പ്രിൻ്റ്. ഓക്കെ, ഓക്കെ, ഓക്കെ. സാമാന്യം തരക്കേടില്ലാത്ത ഫിംഗർ പ്രിൻറ്റ് ഫാസ്റ്റ്. ഒരുപാട് ഫാസ്റ്റ് എന്ന് ഫിംഗർ പ്രിൻറ്റ് അവകാശവാദം ഉന്നയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഫേസ് അൺലോക്ക് ഭയങ്കരമായിട്ടുള്ള ഫാസ്റ്റാണ്. ഫിംഗർ പ്രിൻറ്റ് മീഡിയം സ്പീഡ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ മറ്റ് ഫീച്ചറുകൾ ഒറ്റ നോട്ടത്തിൽ നോക്കാം. ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ടും FM റേഡിയോ സപ്പോർട്ടും നൽകിയിട്ടില്ല. എന്നാൽ USB OTG സപ്പോർട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സാർ വാല്യൂ എന്ന് പറയുന്നത് 1.2 ഹെഡിനും 0.55 ബോഡിക്കുമാണ് വിത്തിൻ ലിമിറ്റ്സ്. ഓർക്കുക, ഇന്ത്യയിൽ അനുവദനീയമായ സാർ വാല്യൂവിൻ്റെ ലിമിറ്റിൽ താഴെയുള്ള ഫോണുകൾ മാത്രമേ വിൽക്കാൻ അനുവദിക്കുകയുള്ളൂ. ഈ ഒരു ഫോണിനും അനുവദനീയമായതിനുള്ളിൽ തന്നെയാണ് ഇതിൻ്റെ സാർ വാല്യൂ. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം ഓഡിയോ. നല്ല സ്റ്റാൻഡേർഡ് സൗണ്ട് ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഫുൾ വോളിയത്തിൽ വെച്ച് നോക്കി സ്പീക്കറിൽ നിന്നുള്ള കരകരപ്പോ എന്നുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ സ്പീക്കറിലില്ല. മികച്ച സൗണ്ട് ക്വാളിറ്റി ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. അടുത്തത് വീഡിയോ ക്വാളിറ്റി. നല്ല മികച്ച വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. ഓർക്ക് ഇതൊരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. മാത്രമല്ല ഇത് AMO LED ഡിസ്പ്ലേ ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളും LCD ഡിസ്പ്ലേ മാത്രമാണ് നൽകുന്നത്. എനിക്ക് ഈ ഒരു ഫോണിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ LED ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. LED ഡിസ്പ്ലേ ആയതുകൊണ്ട് ബ്ലാക്ക് കളറുകൾ പ്യുവർ ബ്ലാക്ക് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ LCD ഡിസ്പ്ലേ ആയിരുന്നുവെങ്കിൽ ബ്ലാക്ക് ഒക്കെ ഒരു വൈറ്റ് ടോണിൽ കയറി വരും. പക്ഷേ ഇവിടെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. അടുത്തത് ഫോണിൻ്റെ പെർഫോമൻസ് സൈഡ്. ഈ ഒരു ഫോണിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രോസസ്സർ MediaTekൻ്റെ Helio P70 എന്ന ഒരു പ്രോസസ്സറാണ്. ഇത് 4GB RAM 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ഹയർ വേരിയൻറ്റ് അത് നേരത്തെ തന്നെ ഇറങ്ങിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8GB RAM 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്. അന്ന് ഒരൊറ്റ വേരിയൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ RAM 4GB കുറച്ചുകൊണ്ടൊരു ലോവർ വേരിയൻറ്റ് സാധാരണക്കാരന് കൂടി വാങ്ങാൻ പറ്റുന്ന തരത്തിൽ പ്രൈസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് RAM മാത്രം അല്പം കുറച്ചിരിക്കുന്നു. 4GB റാമിലേക്ക് മാറ്റിക്കൊണ്ട് ഇറക്കിയിരിക്കുന്ന ഒരു ലൈറ്റ് വെർഷനാണ് Oppo F15 4GB RAM വേരിയൻറ്റ്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന RAM LPDDR4X എന്ന ടൈപ്പ് റാമാണ്. അതുകൊണ്ട് തന്നെയും പഴയ റാമുകളിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ഫാസ്റ്ററായിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു റാമിൽ നിന്ന് പ്രതീക്ഷിക്കാനാകും. അടുത്തായിട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ 48 മെഗാ പിക്സൽ ഉൾപ്പെടെയുള്ള 4 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. 48 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ, സെക്കൻഡറി ക്യാമറയായിട്ട് 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ. ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 119 ഡിഗ്രി വരെ വൈഡായിട്ടുള്ള ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും 4ാമത്തെ ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറുമാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. സെൽഫി എടുക്കുന്നതിനായിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ട് 16 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും അധികം ഷേക്കൊന്നുമില്ലാത്ത വീഡിയോ ഫുട്ടേജുകൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനാകും. ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 1080pയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാനാകുക. അടുത്തായിട്ട് ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 4000 mAhൻ്റെ ബാറ്ററിയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ 30 വാട്ടിൻ്റെ വൂക്ക് വെർഷൻ 3 ഫാസ്റ്റ് ചാർജറാണ് നൽകിയിരിക്കുന്നത്.
എങ്ങനെ പോയാലും ഒരു സാധാരണ ഉപഭോക്താവിന് 2 ദിവസത്തെ ഒരു ബാറ്ററി ലൈഫ് ഈ ഒരു ഫോൺ നൽകും. വെറും 30 മിനിറ്റ് നമുക്ക് ചാർജ് ചെയ്താൽ മതി നമുക്ക് ഈ ഒരു ഫോൺ 50% ചാർജിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ വെറും 5 മിനിറ്റ് ചാർജ് ചെയ്താൽ ഏകദേശം 2 മണിക്കൂറോളം ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനുള്ള ബാറ്ററി നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുകയും ചെയ്യുമെന്ന് ഒപ്പോ അവകാശപ്പെടുന്നുണ്ട്. ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൈപ്പ് സി കേബിളാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും 2 നിറങ്ങളിലാണ് ലഭ്യമാവുക. ലൈറ്റ്നിങ് ബ്ലാക്ക്, യൂണിക്കോൺ വൈറ്റ്, അതായത് ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലും. നമ്മളിവിടെ പരിശോധിക്കുന്ന ഈ ഒരു മോഡൽ ലൈറ്റ്നിങ് ബ്ലാക്ക് എന്ന കളർ വേരിയൻറ്റിൽ പെടുന്നതാണ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. ഞാൻ പറഞ്ഞു 4GB റാം 128GB ഇൻ്റർണൽ മെമ്മറി വേരിയൻ്റ് ആണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഇതിൻ്റെ വില 16,990 രൂപയാണ്. എന്നാൽ ഇപ്പോഴും നമുക്ക് ഹയർ വേരിയൻറ്റ് വാങ്ങാൻ മാർക്കറ്റിലുണ്ട്. അത് 8GB റാം 128GB ഇൻ്റർണൽ മെമ്മറി വേരിയൻ്റ് ആണ്. ആ ഒരു വേരിയൻറ്റ് ഇറങ്ങിയ സമയത്ത് 19,990 രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ 18,990 രൂപയ്ക്ക് ഈ ഒരു ഫോൺ, അതായത് 8GB റാമിൻ്റെ ഹയർ വേരിയൻറ്റ് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഈ ഒരു ഫോണിൻ്റെ വെർഡിക്റ്റ് പറയുകയാണെങ്കിൽ നേരത്തെ ഈ ഒരു ഫോൺ ഞാൻ പറഞ്ഞ പോലെ 8GB റാം വേരിയൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ സാധാരണക്കാരന് കൂടി വാങ്ങാൻ പ്രാപ്തമാകുന്ന രീതിയിൽ 4GB റാം എന്നൊരു വേരിയൻറ്റ് കൂടെ കൊണ്ടുവന്നുകൊണ്ട് കുറച്ചുകൂടെ പ്രൈസ് കുറച്ചുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് കൂടി വാങ്ങാവുന്ന ഒരു വിലയിലേക്കാണ് ഇപ്പോൾ ഒപ്പോ ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒപ്പോ എന്ന ബ്രാൻഡിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ ആവുകയാണ് ഒപ്പോ F15 4GB റാം മോഡൽ. ഈ ഒരു ഓണത്തിന് നിരവധി ഓഫറുകൾ കൂടി നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒപ്പോ നൽകുന്നുണ്ട്. വിശദാംശങ്ങൾ പറയാം. ഒന്നാമത് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡാമേജ് പ്രൊട്ടക്ഷൻ ഏകദേശം 6 മാസ കാലയളവിലേക്ക് ഒപ്പോ F സീരീസിനും റെനോ സീരീസ് ഫോണുകൾക്കും എല്ലാം നൽകുന്നുണ്ട്. അതുകൂടാതെ ഒരു ബാങ്ക് ക്യാഷ് ബാക്ക് ഓഫർ കൂടി ഒപ്പോ നൽകുന്നുണ്ട്. അതായത് ബാങ്ക് ഓഫ് ബറോഡ, അതുപോലെ ഫെഡറൽ ബാങ്ക് തുടങ്ങിയവയുടെയൊക്കെ EMI നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 10% ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കും. കൂടാതെ മൂന്നാമത്തെ ഓഫറായിട്ട് നോ കോസ്റ്റ് EMI ഈ ഒരു ഫോണിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ സ്പെഷ്യൽ പേപ്പർ ഫിനാൻസ് സ്കീം ഒപ്പോ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതായത് ഈ പറഞ്ഞ ഓണം ഓഫറുകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒപ്പോ ഷോറൂമിൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഓണം ഓഫറുമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓണത്തിന് പോക്കറ്റ് കാലിയാക്കാതെ വാങ്ങാവുന്ന ഒപ്പോയുടെ ഒരു മികച്ച സ്മാർട്ട് ഫോൺ ആവുകയാണ് ഒപ്പോ F15 4GB വേരിയൻറ്റ്. അപ്പോൾ ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ഏറ്റവും ആദ്യം നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷനായി എത്താൻ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്.